അകത്ത് വീണ് കഴിഞ്ഞ തലങ്ങൾ മാറും. ആ മാറാത്തവർ ഇന്ന് പകൽ ആത്മാവിൽ എഴുന്നേറ്റ് മതിയാകും. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണത്. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇനി അതിനകത്ത് ചേർത്തൊരു കാര്യം പറയാം. ഇത് പറയാനാ വരുന്നേ, ഇത് ചേർത്ത് പറയാനാ. ഈ ജനിച്ചവന് പൂർണ്ണ ബോധ്യം വന്നു. ഈ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ നാളത്തേക്ക് ഭയങ്കര ആത്മീയത ഭയങ്കരമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ സ്നാനപ്പെട്ട അന്നത്തെ ആത്മീയത ഇന്നുണ്ടോ? കുഴയാണ് ഉണ്ടോ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? ഈ സ്നാനത്തെ കുറിച്ച് ബോധ്യമുള്ളവർ, ജനനത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളവർ, നിങ്ങൾക്ക് എവിടെങ്കിലും പാഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച മടങ്ങി വരണം. നല്ല ബോധ്യമുള്ള ധൂർത്തപുത്രൻ ഒരിക്കൽ അപ്പന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, എന്റെ അവകാശത്തെ തരണമെന്ന് പറഞ്ഞു. അപ്പം കൊടുത്തോ ഇല്ലയോ? പൂർണ്ണമായിട്ട് കൊടുത്തു. അവന്റെ വീതം കറക്റ്റ് ആയിട്ട് കൊടുത്തു. പക്ഷേ ഇവൻ എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു? അവൻ ദൂരദേശത്തേക്ക് പോയി കൂട്ടുകാരോട് ചേർന്ന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ നന്മ മുഴുവൻ ഇല്ലാതാക്കി. ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ കിടപ്പിൽ കിടന്നുകൊണ്ടൊരു ചിന്ത, പന്നിക്കൂട്ടത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ടൊരു ചിന്ത അവനെ ഭരിച്ചു. എന്നാ ഭരിച്ചത്? എനിക്കൊരു അപ്പനുണ്ടെന്ന, അപ്പനൊരു വീടുണ്ടെന്ന, അവിടെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് വേലക്കാരുണ്ടെന്ന് മനസ്സിലാകുന്നൊക്കെ ഞാൻ സ്വത്രം പറയുന്നു. അവിടുന്ന് അവൻ ചാടി എഴുന്നേറ്റു, അല്ലേ? അവിടുന്ന് അവൻ ചാടി എഴുന്നേറ്റെന്നാ എഴുതിയിരിക്കുന്നത്. വചനം എഴുന്നേറ്റെന്നാ എഴുതിയിരിക്കുന്നത്. അർത്ഥം ഇത്രേ ഉള്ളൂ. ദൈവത്തെ അറിഞ്ഞിട്ടും ജീവിതത്തിന്റെ അകത്ത് കുറവുകൾ വെച്ചും പാപരഹസ്യങ്ങളും വെച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിന്നോട് ആത്മാവ് സംസാരിക്കുകയാണ്. മടങ്ങി വരുന്ന ഒരു വചനം ഇന്ന് വളർത്തിയിരിക്കുകയാണെങ്കിൽ വളർത്താൻ എന്റെ കർത്താവ് ഹോളിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കാത്തവരെ ഹോളിൽ നടക്കുന്നത് വാതിക്കൽ വെച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന അപ്പൻ, മോതിരമിടുന്ന ഒരു അപ്പൻ, മുഷിഞ്ഞു കിടക്കുന്ന വസ്ത്രത്തെ മാറി പുതിയ അങ്കി ധരിപ്പിക്കുന്ന ഒരു അപ്പൻ ഇന്ന് ഈ ഹോളിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഈ ഹോളിൽ വന്നിട്ടുണ്ട്. പുത്രത്വം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുറവിലെ കളഞ്ഞ ആത്മാവിൽ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു വളർച്ചയുടെ ദിവസമാണെന്ന് ആത്മാവ് ശക്തമായി ഓടുന്നു. വിശ്വാസത്തെ സ്വീകരിക്കുന്ന എത്ര പേര് ഹോളിനകത്തുണ്ട്?